എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരുമോ എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഹൃദയചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് എന്നും നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തി എപ്പോഴും പിന്തുടരുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം ഇരിക്കാനും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാനുമാണ് ആ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്ന് അകലുന്നതൊട്ടും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. എപ്പോഴും നിങ്ങളിലേക്ക് അടുത്ത് വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോഴും അടുത്തുണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾ നിറഞ്ഞ് നിൽക്കുകയാണ്. എപ്പോഴും നിങ്ങൾ അടുത്തുണ്ടാകണമെന്ന്, നിങ്ങളോടൊപ്പം ജീവിതം ചെലവഴിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് വിഘാതമായി ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഏറ്റവും അടുത്ത ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധത്തെ അവർ എപ്പോഴും എതിർക്കുകയാണ്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സദാസമയവും നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് പക്ഷെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. ഏതൊക്കെ തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രതിബന്ധങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട്, പ്രതിബന്ധങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുമിച്ച് പോകാനും ഒരുമിച്ച് മുന്നേറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഊർജം എന്ന് പറയുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്താണ് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് വന്നത്. അത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കിക്കൊണ്ട്, തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശേഷി ലഭിച്ചത് നിങ്ങൾ തമ്മിലുള്ള ആത്മാർത്ഥമായ ഇഷ്ടം കൊണ്ടാണ്. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനൊരു പരിധിയുമില്ല. ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ നേരിട്ടും അല്ലാതെയും നിങ്ങളുമായുള്ള ബന്ധത്തെ തുടരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുമായിട്ട് നിലവിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും തച്ചുടക്കണമെന്നൊക്കെ അവരാഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അപൂർവമായൊരു ശേഷി നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അത് പലപ്പോഴും പുറത്ത് കാണിക്കണമെന്നില്ല. നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ അളവ് ആ വ്യക്തിയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഏത് റിസ്ക്കും ആ വ്യക്തി എടുക്കും. സൗമ്യമായ വ്യക്തി കാര്യങ്ങൾ നേരിടുന്നു, പെരുമാറുന്നു എന്ന് കരുതി നിങ്ങളോടുള്ള ഇഷ്ടത്തിൽ ഒരു കുറവും ഇല്ല. അഗാധമായ ഇഷ്ടവും അഗാധമായ സ്നേഹവും നിങ്ങളോടെപ്പോഴും കാണിക്കുന്ന തരത്തിലാണ് ആ വ്യക്തിയുടെ സ്വഭാവം കടന്നു പോകുന്നത്. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് സദാ സജ്ജവുമാണ്. ഇതായിട്ട് പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിക്ക്. പക്ഷേ ഒരിക്കലും ആ വ്യക്തി അതൊരിക്കലും തുറന്ന് സമ്മതിക്കില്ല. നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുമ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിന് നിങ്ങളുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പ്രവൃത്തി കൊണ്ട് പല വിള്ളലുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി ആത്യന്തികമായി നിങ്ങളൊരിക്കലും പിരിയില്ല. ഇപ്പോൾ നിങ്ങളെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അവർ അതിൽ ചെറിയ രീതിയിൽ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും നിങ്ങൾ തമ്മിലുള്ള വിശ്വാസക്കുറവ് രൂക്ഷമാക്കാനൊക്കെ അവർ ശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ
അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ സാഹചര്യത്തെ തരണം ചെയ്ത് വീണ്ടും വീണ്ടും സ്നേഹിക്കും, വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടും. അവരെത്ര കാലം നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചാലും അവർ പരാജയപ്പെടുകയും നിങ്ങൾ അകന്നു പോകാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ്. ആർക്കും നിങ്ങളെ അകറ്റാൻ കഴിയുന്നില്ല. എത്ര കാര്യങ്ങൾ ചെയ്താലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ആർക്കും അകറ്റി നിർത്താൻ കഴിയാത്തത്ര രീതിയിൽ നിങ്ങൾ അടുക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാനും എന്നെന്നും സാധിക്കുകയാണ്. ഈശ്വരൻ്റെ കൃപ നിങ്ങളെപ്പോഴും ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ, നിങ്ങൾ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ മൂലം പലപ്പോഴും നിങ്ങൾ അകന്ന് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ആ അകന്നു പോകലുകളൊന്നും ആത്യന്തികമല്ല. നിങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രശ്നങ്ങളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ തീരുകയും നിങ്ങൾ മനോഹരമായി വീണ്ടും ഒന്നാകുകയും ചെയ്യും. പിന്നീട് ആളുകൾക്ക് മനസ്സിലാക്കും. നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും നിങ്ങളെ പിരിയിപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പിരിയാൻ സാധിക്കില്ല. അത്രത്തോളം ശക്തമായി നിങ്ങൾ നിലകൊള്ളുകയാണ്. അത്രത്തോളം ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുകയാണ്. ആ പോസിറ്റീവ് തരംഗം ഉണ്ടാകുകയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എന്നെന്നും നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനും ഒരുമിച്ച് ജീവിക്കാനും സാധിക്കും. പ്രശ്നങ്ങൾ എത്ര രൂക്ഷമാണെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ഒരകലം കാണുമ്പോൾ എന്നേക്കുമായിട്ട് നിങ്ങൾ അകലും എന്ന് ചില ആളുകൾ കണക്ക് കൂട്ടും. പക്ഷേ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചിന്തകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒന്നാകുകയും ചെയ്യും. അതൊരു മനോഹാരിതയാണ്. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങിയും ദൃഢമായൊരു ബന്ധമായിട്ട് പോകുന്നു. ആ വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും കളയാൻ സാധിക്കില്ല. നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലും ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരും. ആ വ്യക്തിയുടെ ചില ഡയലോഗുകളും ചില സംഭാഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഒരിക്കലും ഇനി കൂടില്ല എന്നൊക്കെ കരുതും. അങ്ങനെയുള്ള വീമ്പളക്കലൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരുന്നതായിട്ട് കാണാം. ആ വ്യക്തിക്ക് നിങ്ങളെ അകന്ന് നിൽക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ആദ്യം ആ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും പിണക്കത്തിന് ശേഷം. പക്ഷേ നിങ്ങൾ കരുതുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ് ആ വ്യക്തിക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.